നമസ്കാരം. ഇന്ന് ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനം. എന്താണ് ഈ അന്താരാഷ്ട്ര ചാന്ദ്രദിനം? 1969 ഇതേ ദിവസം ജൂലൈ 20 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനെ ചുംബിച്ചത്. നീൽ ആംസ്ട്രോങ്ങും ബസ് ആൾഡ്രിനും ചാന്ദ്രപ്രതലത്തിൽ ആദ്യമായി കാലുകുത്തിയത് ഈ ദിവസമായിരുന്നു. മനുഷ്യരാശി നേടിയ ഏറ്റവും വലിയ ശാസ്ത്രീയ മുന്നേറ്റങ്ങളിൽ അഗ്രഗണ്യമായ സ്ഥാനമാണ് അമേരിക്കയുടെ അപ്പോളോ പദ്ധതികൾക്കും അപ്പോളോ 11 ചന്ദ്രനിലെ ലാൻഡിങ്ങിനുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസത്തെ അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. ഈ ദിവസത്തിൽ നമുക്ക് അന്നത്തെ ആ അപ്പോളോ 11 യാത്രയുടെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടന്നുപോയാലോ? എങ്ങനെയാണ് മനുഷ്യൻ ചന്ദ്രനിൽ പോയി വന്നത്? 1960കളുടെ ആദ്യം തന്നെ സോവിയറ്റ് യൂണിയനുമായി നടന്നു വന്നിരുന്ന ശീതയുദ്ധത്തിൻ്റെ ഭാഗമായി അമേരിക്ക ചാന്ദ്രപദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. ബഹിരാകാശ രംഗത്തെ ആദ്യ നേട്ടങ്ങൾ സോവിയറ്റ് യൂണിയൻ സ്വന്തമാക്കിയപ്പോൾ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ജോൺ എഫ് കെന്നഡി പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് അമേരിക്ക ഈ പദ്ധതി അനൗൺസ് ചെയ്യുന്നത്. അന്നേക്ക് 10 വർഷത്തിനുള്ളിൽ ആ പതിറ്റാണ്ട് അവസാനിക്കുന്നതിന് മുൻപ് അമേരിക്ക മനുഷ്യരെ ചന്ദ്രനിലിറക്കി തിരിച്ചു കൊണ്ടുവരും എന്നതായിരുന്നു ആ പ്രഖ്യാപനം. ആ തീരുമാനത്തെ അമേരിക്കയിലെയും നാസയിലെയും ശാസ്ത്ര സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തുകൊണ്ട് നിശിതമായ കഠിനാധ്വാനങ്ങളിൽ മുഴുകുകയായിരുന്നു പിന്നീട് ആ ഒരു പതിറ്റാണ്ട് മുഴുവനും. അങ്ങനെ അപ്പോളോ പദ്ധതികൾ തുടങ്ങി. അപ്പോളോ 1 മുതൽ 10 വരെയുള്ള വിക്ഷേപണങ്ങൾ അവർ നടത്തി. അപ്പോളോ 1 വിക്ഷേപണം ഒരു വലിയ ദുരന്തമായിരുന്നു. വിക്ഷേപണത്തറയിൽ തന്നെ പൊട്ടിത്തെറിച്ചു പോയ ആ റോക്കറ്റിൽ 3 യാത്രികർ വെന്തെരിഞ്ഞുപോയി. പക്ഷേ നാസയും ശാസ്ത്രജ്ഞന്മാരും പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവർ വീണ്ടും അപ്പോളോ പേടകങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച് തിരിച്ചു വരാൻ വേണ്ട മുഴുവൻ പരീക്ഷണങ്ങളും അപ്പോളോ 10 അവർ പൂർത്തിയാക്കി. അങ്ങനെ അപ്പോളോ 10 വരെ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് 1969 ജൂലൈ 16 നീൽ ആംസ്ട്രോങ്, ബസ് ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവർ ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ചു. 110 മീറ്റർ ഉയരവും 30 ലക്ഷം ടൺ ഭാരവുമുള്ള സാറ്റേൺ 5 എന്ന റോക്കറ്റിലാണ് ഈ അപ്പോളോ പേടകം വിക്ഷേപിക്കുന്നത്. മനുഷ്യൻ ഇന്നുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റാണത്. 40 ടൺ ഭാരമുള്ള അപ്പോളോ പേടകത്തെ ചന്ദ്രനിലേക്കുള്ള ട്രാൻസ്ലൂണാർ പാതയിൽ എത്തിക്കണമെങ്കിൽ ഇത്ര വലിയ ഒരു റോക്കറ്റ് വേണമായിരുന്നു. സത്യത്തിൽ ഈ അപ്പോളോ പദ്ധതിയുടെ വിജയത്തിൻ്റെ മൂല കാരണം ഈ സാറ്റേൺ 5 എന്ന റോക്കറ്റാണ്. 3 ഘട്ടങ്ങളാണ് ഈ റോക്കറ്റിനുള്ളത്. 42 മീറ്റർ ഉയരവും 10 മീറ്റർ വ്യാസവുമാണ് ഒന്നാമത്തെ ഘട്ടത്തിനുള്ളത്. അതിൽ ലിക്വിഡ് ഓക്സിജനും ശുദ്ധീകരിച്ച മണ്ണെണ്ണയും ഇന്ധനമായി ഉപയോഗിക്കുന്ന സെമി ക്രയോജനിക്കായ F1 എഞ്ചിനുകളാണ്. അങ്ങനെ ശക്തിമത്തായ 5 എഞ്ചിനുകളാണ് ഒന്നാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. 24 മീറ്റർ ഉയരവും 10 മീറ്റർ വ്യാസവുമുള്ള രണ്ടാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് 5 J2 സമ്പൂർണ്ണ ക്രയോജനിക് എഞ്ചിനുകളാണ്. 5 ക്രയോജനിക് എഞ്ചിനുകൾ. 18 മീറ്റർ ഉയരവും 6.5 മീറ്റർ വ്യാസവുമുള്ള മൂന്നാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് ഒരു J2 ക്രയോജനിക് എഞ്ചിനാണ്. അങ്ങനെ 11 ശക്തിമത്തായ എഞ്ചിനുകളാണ് ഈ സാറ്റേൺ റോക്കറ്റിനുള്ളത്. അതിൽ 6 ക്രയോജനിക് എഞ്ചിനുകൾ. ഇന്ന് വരെ നിർമ്മിച്ചതിലേക്കും ഏറ്റവും ശക്തിയേറിയ 6 ക്രയോജനിക് എഞ്ചിനുകൾ. അപ്പോൾ ആലോചിച്ച് നോക്കാം, ആ പദ്ധതിക്ക് വേണ്ടി അമേരിക്ക ചെലവിട്ട പണവും സമയവും അധ്വാനവും എത്ര ബൃഹത്തായിരുന്നു എന്നുള്ളത്. അങ്ങനെ 1969 ജൂലൈ 16 സാറ്റേൺ റോക്കറ്റിൽ അപ്പോളോ പേടകം വിക്ഷേപിച്ചു. എല്ലാ ഘട്ടങ്ങളും കൃത്യമായി എരിഞ്ഞു മാറി. മൂന്നാം ഘട്ടം ഈ പേടകവുമായി ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി. ഭൂമിയെ 1 പ്രാവശ്യം വലം വെച്ചു. ആ മൂന്നാം ഘട്ടത്തിലെ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ട്രാൻസ്ലൂണാർ ഓർബിറ്റിലേക്ക്, ചന്ദ്രനിലേക്കുള്ള പാതയിലേക്ക് ഈ പേടകം പ്രവേശിച്ചു. അങ്ങനെ ചന്ദ്രനിലേക്കുള്ള പാതയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് 2 ഭാഗമായി വെച്ചിരിക്കുന്ന ഈ അപ്പോളോ പേടകത്തിനെ ഒന്നാക്കി മാറ്റുന്നത്. സത്യത്തിൽ ഈ അപ്പോളോ പേടകത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ഡ്രം ആകൃതിയിലുള്ള വലിയ ഒരു ബോഡി, വലിയൊരു പള്ള,
അതിന് സർവീസ് മൊഡ്യൂൾ എന്നാണ് പറയുക. അതിൻ്റെ പുറകിൽ വലിയ ഒരു എഞ്ചിനുമുണ്ട്. അതിനു മുന്നിൽ ത്രികോണാകൃതിയിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതാണ് കമാൻഡ് മൊഡ്യൂൾ. ആ കമാൻഡ് മൊഡ്യൂളിലാണ് ഈ യാത്രക്കാർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക. സർവീസ് മൊഡ്യൂളിലാണ് ഈ ദൗത്യത്തിന് ആവശ്യമായ ഓക്സിജൻ, ഇലക്ട്രിസിറ്റി, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എല്ലാം ഉണ്ടാവുക. മൂന്നാമത്തെ ഭാഗമാണ് ചന്ദ്രനിൽ ഇറങ്ങേണ്ട ലൂണാർ മൊഡ്യൂൾ. അതിന് ഏകദേശം ഒരു ചിലന്തിയുടെ ആകൃതിയാണ്, 4 കാലുകളൊക്കെ ഉണ്ട്. ഈ ലൂണാർ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും കമാൻഡ് മൊഡ്യൂളും കൂടെ ചേർന്ന ഭാഗവും രണ്ടായിട്ടാണ് പേടകത്തിൽ വിക്ഷേപണ സമയത്ത് വെച്ചിട്ടുണ്ടാവുക. അവയെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ജോലിയാണ് അടുത്തത്. അങ്ങനെ ട്രാൻസ്ലൂണാർ പാതയിൽ കടന്ന ഈ പേടകം അതിൽ നിന്ന് ആദ്യം കമാൻഡ് സർവീസ് മൊഡ്യൂളുകൾ വേർപെട്ടു. അത് പോയി ഒന്ന് തിരിച്ചു വരുമ്പോഴേക്ക് മൂന്നാം ഘട്ടത്തിൽ ലൂണാർ മൊഡ്യൂളിനെ പൊതിഞ്ഞിരുന്ന ആ കവചങ്ങൾ ഇളകി മാറി അതുമായിട്ട് സാവധാനം ഡോക്ക് ചെയ്ത് സാറ്റേൺ 5 റോക്കറ്റിൻ്റെ മൂന്നാം ഘട്ടത്തെയും വഴിയിൽ ഉപേക്ഷിച്ച് അവർ ചന്ദ്രനിലേക്കുള്ള യാത്ര തുടർന്നു. ജൂലൈ 19 ഇവർ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി അവർ ഏകദേശം 11 മണിക്കൂർ ചന്ദ്രനെ വലം വെച്ചുകൊണ്ടിരുന്നു. അവർ ഇറങ്ങേണ്ട സീ ഓഫ് ട്രാങ്ക്വിലിറ്റി അഥവാ പ്രശാന്ത സമുദ്രം എന്ന പ്രദേശത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിലയിരുത്തി. അതിനു മുമ്പ് അമേരിക്കയുടെ ജെമിനി പേടകമൊക്കെ ഇറങ്ങിയ അതേ സ്ഥലത്തായിരുന്നു. അങ്ങനെ ജൂലൈ 20 ഏകദേശം ഉച്ചയോടുകൂടി ബസ് ആൾഡ്രിനും നീൽ ആംസ്ട്രോങ്ങും ഈഗിൾ എന്ന് പേരിട്ടിരിക്കുന്ന ലൂണാർ മൊഡ്യൂളിലേക്ക് കയറി. മൈക്കൽ കോളിൻസിനെ ഏകനായി വിട്ടുകൊണ്ട് ആ ലൂണാർ മൊഡ്യൂൾ ഈഗിൾ കമാൻഡ് മൊഡ്യൂളിൽ നിന്ന് വേർപെട്ട് അവർ ചന്ദ്രനിലേക്കുള്ള ഇറക്കം ആരംഭിച്ചു. ഈഗിളിൻ്റെ താഴെയുള്ള റോക്കറ്റ് എഞ്ചിൻ വിപരീത ദിശയിൽ പ്രവർത്തിപ്പിച്ച് സാവധാനം അവർ ചന്ദ്രപ്രതലത്തിലേക്ക് അടുത്തപ്പോൾ ഈഗിളിൽ നിന്നും അപായ സൈറണുകൾ മുഴങ്ങാൻ തുടങ്ങി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഈഗിളിലെ കമ്പ്യൂട്ടറുകൾക്ക് താഴെയുള്ള സ്ഥലം തൃപ്തിയാവുന്നില്ല, അത് ശരിയല്ല എന്ന മുന്നറിയിപ്പുകൾ വരുന്നു. സത്യത്തിൽ ചന്ദ്രൻ്റെ പ്രതലത്തിലെ ഗുരുത്വാകർഷണം ഒരു അനുസരണയുമില്ലാത്ത, അടുക്കും ചിട്ടയുമില്ലാത്ത രീതിയിലാണ്. ഒരു സ്ഥലത്തെ ഗുരുത്വാകർഷണമായിരിക്കില്ല വേറൊരു സ്ഥലത്തേത്. ഇത് കൃത്യമായി കണക്കാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് വലിയ പ്രശ്നമാണ്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന എല്ലാ ദൗത്യങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയുമാണ്. അങ്ങനെ താഴത്തെ പ്രതലം ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഈഗിളിൻ്റെ കമാൻഡറായ നീൽ ആംസ്ട്രോങ് പേടകത്തിനെ മറ്റൊരു ദിശയിലേക്ക് നയിച്ചു. അങ്ങനെ ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം പരതി ഈഗിൾ ആ ചന്ദ്രൻ്റെ മുകളിൽ, ആ ഇറങ്ങുന്നതിൻ്റെ തൊട്ടു മുകളിൽ ഇങ്ങനെ പരതി നടന്നു. ദൗത്യം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഒരു സൂചന പോലും ലഭിച്ചു. പക്ഷേ ആ ചരിത്ര മുഹൂർത്തം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുത്താൻ നാസയും നീൽ ആംസ്ട്രോങ്ങും തയ്യാറല്ലായിരുന്നു. ഒടുവിൽ കൃത്യമായൊരു സ്ഥലത്ത് അവർ ലാൻഡ് ചെയ്യുമ്പോൾ ആ ഈഗിളിൽ ഏതാനും സെക്കൻഡ് കൂടി പ്രവർത്തിക്കാനുള്ള ഇന്ധനമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഹ്യൂസ്റ്റൺ, ട്രാങ്ക്വിലിറ്റി ബേസ് ഈസ് ഹിയർ എന്ന ഒരു മെസ്സേജ് ഭൂമിയിലേക്ക് പോയതും ഈ ഭൂമി മുഴുവൻ ആരവങ്ങൾ ഉയർന്നു. കാരണം അത് വെറുമൊരു ലാൻഡിംഗ് അല്ല, ആ ലാൻഡിങ് ചരിത്രത്തിലേക്കാണ്. ഏതാണ്ട് 5 മണിക്കൂറുകൾ നീണ്ട തയ്യാറെടുപ്പുകൾ. ആ 5 മണിക്കൂറുകൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കുടെ ഒടുവിൽ ഈഗിളിൻ്റെ വശത്തെ ഒരു ചെറിയ വാതിൽ തുറന്ന് നീൽ ആംസ്ട്രോങ് ചരിത്രത്തിൻ്റെ പടവുകൾ ഇറങ്ങാൻ തുടങ്ങി. അവസാനത്തെ പടവിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ണടച്ചു പ്രാർത്ഥിച്ചു. അദ്ദേഹം അനുഭവിച്ച ആ സമ്മർദ്ദം അത്ര ഭീകരമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ഇറങ്ങാൻ പോകുന്നത് വെറുമൊരു പൊഴിമണ്ണിലേക്കല്ല, മാനവ ചരിത്രത്തിൻ്റെ ഒരു സുവർണ മുഹൂർത്തത്തിലേക്കാണ് എന്ന ആ ചിന്ത അദ്ദേഹത്തിൻ്റെ ബോധം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എത്തിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ ബട്ട് എ ബിഗ് ലീപ്പ് ഫോർ എ മാൻ കൈൻഡ്. ചരിത്രത്തിലെ ഏറ്റവും സുപ്രസിദ്ധമായ വാചകങ്ങളിലൊന്നാണിത്. ആ ചന്ദ്രനിലേക്ക് ആദ്യ കാൽപാദം പതിക്കുന്നതിന് മുമ്പ് നീൽ ആംസ്ട്രോങ് പറഞ്ഞ വാചകങ്ങളാണിത്. മനുഷ്യനൊരു കാൽവയ്പ്, മനുഷ്യരാശിക്കൊരു കുതിച്ചുചാട്ടം.
അങ്ങനെ 1969 ജൂലൈ 20 വൈകുന്നേരം മനുഷ്യൻ്റെ കാൽപാദങ്ങൾ അമ്പിളിക്കിണ്ണത്തെ ചുംബിച്ചപ്പോൾ ഇന്ന് വരെ മനുഷ്യൻ നേടിയ സാങ്കേതിക നേട്ടങ്ങളിലെ മുൻനിരയിലെ ഒരു നാഴികക്കല്ലായി മാറി. അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങി ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹം കുറച്ച് സാമ്പിളുകൾ ശേഖരിച്ചു. കാര്യം ആദ്യം ചന്ദ്രനിൽ ഇറങ്ങുന്നവർ ആദ്യം ചെയ്യുന്നൊരു കാര്യമാണത്. കാര്യം എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടായി പെട്ടെന്ന് പോരേണ്ടി വന്നാലും ഒരിത്തിരി സാമ്പിളെങ്കിലും കയ്യിലുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ആദ്യം അത് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ചന്ദ്രനിലൂടെ കുറച്ച് സമയം നടന്നു. ഭൂമിയിൽ നടക്കുന്നത് മാതിരിയൊന്നും ചന്ദ്രനിൽ നടക്കാൻ കഴിയില്ല. ചാടിയും തുള്ളിയുമൊക്കെയാണ് ചന്ദ്രനിൽ നടക്കുന്നത്. കാരണം അവിടുത്തെ ഗുരുത്വബലം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. ഭൂമിയുടെ 1/6 അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നടക്കുന്നത് പോലെ ചന്ദ്രനിൽ നടക്കാൻ കഴിയില്ല. നീൽ ആംസ്ട്രോങ്ങിൻ്റെ പുറകെ ബസ് ആൾഡ്രിനും ചന്ദ്രനിലേക്ക് ഇറങ്ങി. അവർ ഫോട്ടോകളെടുത്തു. കൊച്ചു കുട്ടികളെപ്പോലെ തുള്ളിച്ചാടി നടന്നു. സാമ്പിളുകൾ ശേഖരിച്ചു. ഏതാണ്ട് 21 കിലോയോളം സാമ്പിളുകൾ ശേഖരിച്ച് 5 മണിക്കൂർ ചാന്ദ്രപ്രതലത്തിൽ ചെലവഴിച്ച് അവർ തിരികെ ഈഗിളിൽ കയറി. പിന്നീട് അവർക്ക് വിശ്രമിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ഉറങ്ങുക എന്ന് പറഞ്ഞ് ഹ്യൂസ്റ്റണിൽ നിന്നും ആജ്ഞ കിട്ടി. അവർ ഉറക്കത്തിലേക്ക് കയറി. 6 മണിക്കൂർ നീണ്ട ഉറക്കത്തിന് ശേഷം അവർ തിരിച്ചു പോരാനുള്ള കൽപ്പന കിട്ടി. ചന്ദ്രനിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്ന് ഈ സംശയാലുക്കൾ ഇന്നും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അവിടെ റോക്കറ്റില്ല, എങ്ങനെ വിക്ഷേപിക്കും? സുഹൃത്തുക്കളെ, ചന്ദ്രനിൽ നിന്ന് തിരിച്ചു വരാൻ, ചന്ദ്രനിൽ നിന്നൊരു പേടകത്തിനെ ഉയർത്താൻ ഒരു വലിയ റോക്കറ്റിൻ്റെ ആവശ്യമില്ല. ഒന്ന്, ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഭൂമിയുടെ 1/6 മാത്രമാണ്. ഭൂമിയിലെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11 km/s ആണെങ്കിൽ, ഒരു സെക്കൻഡിൽ 11 കിലോമീറ്റർ ആണെങ്കിൽ, ചന്ദ്രനിലെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ചന്ദ്രനിൽ നിന്നിൻ്റെ ആകർഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട ആവശ്യമായ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് വെറും 2.4 km/s മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഉണ്ടാക്കാൻ, ആ ഒരു എസ്കേപ്പ് വെലോസിറ്റി ഉണ്ടാക്കാൻ ഭീമമായ റോക്കറ്റുകളോ സംവിധാനങ്ങളോ ഒന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ റോക്കറ്റിൻ്റെ പേടകത്തിൻ്റെ പ്രയാണത്തെ തടയാൻ അവിടെ അന്തരീക്ഷമില്ല, വായുവില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈഗിളിൽ കരുതിയിരിക്കുന്ന ഒരൊറ്റ റോക്കറ്റ് എഞ്ചിൻ മാത്രം മതിയാകും ചന്ദ്രനിൽ നിന്ന് അവർക്ക് സുരക്ഷിതമായി ഉയരാൻ. അങ്ങനെ ഈഗിളിൽ കയറി അവർ തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഈഗിളിൻ്റെ കാലുകൾ അടങ്ങിയ ആ ഭാഗത്തെ ഒരു ലോഞ്ചിങ് പാഡായി ഉപയോഗിച്ചുകൊണ്ട് ഈഗിളിൻ്റെ മുകൾ ഭാഗം മാത്രം ചന്ദ്രനിൽ നിന്ന് ഉയർന്നു. അത്രയും സമയം ഏകനായി കമാൻഡ് മൊഡ്യൂളുമായി ചന്ദ്രനെ വലം വെച്ചുകൊണ്ടിരുന്ന മൈക്കൽ കോളിൻസ് അനുഭവിച്ചത് ഒരുപക്ഷെ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഏകാന്തതയായിരിക്കും. 3.5 ലക്ഷം കിലോമീറ്റർ അകലെ ഏകനായി ഒരു മനുഷ്യൻ ഒരു അന്യഗോളത്തെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൃത്യസമയത്ത് മുകളിൽ ചുറ്റിക്കൊണ്ടിരുന്ന കമാൻഡ് മൊഡ്യൂളുമായി ഡോക്ക് ചെയ്തു. ആംസ്ട്രോങ്ങും ആൽഡ്രിനും തിരികെ കമാൻഡ് മൊഡ്യൂളിൽ കയറി. അതിനുശേഷം ആ ഈഗിളിൻ്റെ ആ കോക്പിറ്റും അവർ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ ഉപേക്ഷിച്ചു. ഈഗിളിൻ്റെ ആ കോക്പിറ്റ് ഇപ്പോഴും ചന്ദ്രനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് 2 വർഷം മുമ്പ് വന്ന ഒരു റിപ്പോർട്ട്. അവർക്ക് ഭൂമിയിലേക്ക് മടങ്ങാനുള്ള സമയമായി. സർവീസ് മൊഡ്യൂളിൻ്റെ പിന്നിലെ ശക്തിയേറിയ ആ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവർ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും ഭൂമിയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. 3 ദിവസത്തിന് ശേഷം അവർ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി. 1969 ജൂലൈ 23 വൈകുന്നേരം ഭൂമിയിലേക്ക് മടങ്ങാനുള്ള കമാൻഡ് ഹ്യൂസ്റ്റണിൽ നിന്ന് കൊടുത്തു. മൈക്കൽ കോളിൻസ് സർവീസ് മൊഡ്യൂളിനെ പേടകത്തിൽ നിന്ന് വേർപെടുത്തി. അങ്ങനെ അവർ 3 പേർ ഇരിക്കുന്ന കൊളംബിയ എന്ന കമാൻഡ് മൊഡ്യൂൾ മാത്രം ബാക്കിയായി. ആ കമാൻഡ് മൊഡ്യൂളിൽ മാത്രമേ താപ പ്രതിരോധ കവചങ്ങളുള്ളൂ. അതുകൊണ്ട് അതുമാത്രമേ ഭൂമിയിലേക്ക് തിരികെ വരികയുള്ളൂ. കൊളംബിയയുടെ പരന്ന അടിഭാഗം ഭൂമിക്ക് അഭിമുഖമാക്കിക്കൊണ്ട് മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിൽ കൊളംബിയ ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു. വായുവുമായി ഉരഞ്ഞ് കൊളംബിയ ഒരു വലിയ തീഗോളമായി മാറി.
പക്ഷേ അതിനുള്ളിലിരുന്ന ആ യാത്രികർ സുരക്ഷിതരാണ്. കാരണം ആ കൊളംബിയയെ എത്ര വലിയ ചൂടിൽ നിന്നും രക്ഷിക്കാൻ വേണ്ട തരത്തിലുള്ള താപകവചങ്ങൾ അതിനെ പൊതിഞ്ഞിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് 3 പടികൂറ്റൻ പാരച്യൂട്ടുകളിൽ തൂങ്ങിയാടിക്കൊണ്ട് കൊളംബിയ ശാന്തമായി ഇറങ്ങി ആ യാത്രികരെ, ഈ 3 പേരെയും ഒരു ഹെലികോപ്റ്ററിൽ കയറ്റി അമേരിക്കൻ നേവിയുടെ ഹോർനെറ്റ് എന്ന വിമാനവാഹിനിയിലെത്തിച്ചു. പിന്നീട് 15 ദിവസം കഴിഞ്ഞിട്ടേ അവർ പുറത്തു വരികയുള്ളൂ. ഇത്രയും ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ് മറ്റൊരു ഗോളത്തിൽ പോയി തിരിച്ചു വന്നവർ തിരികെ സ്വാഭാവികമായ അവസ്ഥയിലെത്താൻ കുറച്ച് സമയമെടുക്കും. ആ സമയം അനുവദിക്കുന്നതിന് വേണ്ടിയാണ് ഈ 15 ദിവസം എന്നത് നൽകിയിരിക്കുന്നത്. ആ കാലത്താണ്, ഇന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും ദീർഘദിവസം ബഹിരാകാശം 6-7 ദിവസമൊക്കെ ബഹിരാകാശത്ത് കഴിയുക എന്ന് പറയുന്നത് അന്നത്തെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഇന്ന് വർഷങ്ങളോളമൊക്കെയാണ് കഴിയുന്നത്. അങ്ങനെ 1969 ജൂലൈ 23 അവർ ഒരു വലിയ മാനവ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ല് കുറിച്ചുകൊണ്ട് തിരികെ ഭൂമിയിൽ സുരക്ഷിതരായി മടങ്ങിയെത്തി. അമേരിക്ക വീണ്ടും പേടകങ്ങൾ വിക്ഷേപിച്ചു. അപ്പോളോ 12 വിക്ഷേപിച്ചപ്പോൾ അപ്പോളോ 11-നുണ്ടായ ആ പോരായ്മകളെല്ലാം അവർ പരിഹരിച്ചിരുന്നു. കൃത്യമായി തന്നെ അവർ ലാൻഡ് ചെയ്തു. അപ്പോളോ 13 ഒരു പരാജയമായിരുന്നുവെങ്കിലും വിജയവുമായിരുന്നു. അത് അവർക്ക് ചന്ദ്രനിലെത്താൻ കഴിഞ്ഞില്ല. ഒരു വഴിയിലൊരു വലിയ അപകടമുണ്ടായി. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിസാഹസികമായി മനുഷ്യൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി അപ്പോളോ 13 യാത്രക്കാർ സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. അങ്ങനെ അപ്പോളോ 17 വരെ 6 ദൗത്യങ്ങളിലായി 12 മനുഷ്യരെ നാസ ആ ചന്ദ്രോപരിതലത്തിൽ ഇറക്കിക്കൊണ്ട് ആ പദ്ധതി എന്നേക്കുമായി അവസാനിച്ചു. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ ആ റെക്കോർഡ് അന്നും ഇന്നും ഈ അമേരിക്കയ്ക്ക് മാത്രം സ്വന്തമാണ്. 2030 ചൈന മനുഷ്യരെ ഇറക്കാൻ പദ്ധതിയിടുന്നു. 2040 ഭാരതം ചന്ദ്രനിലേക്ക് ആളെ അയക്കാൻ തയ്യാറെടുക്കുന്നു. അപ്പോഴൊക്കെയും 50 വർഷം മുൻപ്, അരനൂറ്റാണ്ട് മുമ്പ് അമേരിക്ക നടത്തിയ ഈ സാങ്കേതിക മുന്നേറ്റത്തിന് സമാനമാവില്ല ഒന്നും. അപ്പോളോ പദ്ധതിയെ നമുക്ക് ഒറ്റ വാചകത്തിൽ വിശേഷിപ്പിക്കാവുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ നടത്തിയ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ, സാങ്കേതിക നേട്ടങ്ങളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് എന്ന്. അപ്പോളോ പദ്ധതികൾക്ക് വേണ്ടി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളാണ് പിന്നീട് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൻ്റെ തന്നെ ഭാഗമായത്. അങ്ങനെ പല മാനങ്ങളിൽ അപ്പോളോ പദ്ധതികൾക്ക് മനുഷ്യചരിത്രത്തിൽ, ശാസ്ത്രചരിത്രത്തിൽ, സാങ്കേതിക ചരിത്രത്തിൽ വലിയ സ്ഥാനമാണുള്ളത്. നമസ്കാരം.